കർണാടക ഹാവേരിയിൽ വാഹനാപകടത്തിൽ 13 മരണം. നിർത്തിയിട്ട ട്രക്കിലേക്ക് മിനി ബസ് ഇടിച്ചു കയറിയതാണ് അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതെന്നാണ് പ്രാഥമിക നിഗമനം. മരിച്ചവരിൽ 2 കുട്ടികളും ഉൾപ്പെടുന്ന വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് സോന ജോസഫ് ചേരുന്നു. സോന, ഈ മരിച്ചവർ ആരൊക്കെയാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞോ? ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? അന്വേഷണം ഏത് തരത്തിൽ? 4 മണിയോടെയാണ് പൂനെ ബംഗളൂരു ദേശീയപാതയിൽ അപകടമുണ്ടായത്. കർണാടക ശിവമൊഗ്ഗ സ്വദേശികൾ ബളഗാവി യെല്ലമ്മ ക്ഷേത്രത്തിൽ പോയി മടങ്ങി വരുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. നിർത്തിയിട്ട ട്രക്കിലേക്ക് മിനി ബസ് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. 17 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. അപകടത്തിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 13 പേരാണ് മരിച്ചത്. ഇതിൽ 11 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിട്ടുണ്ട്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 4 പേരാണ് പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. ഇടിയുടെ ആഘാതത്തിൽ മൃതദേഹങ്ങൾ മിനി ബസിൽ കുടുങ്ങിക്കിടന്നതിനാൽ ഫയർഫോഴ്സും പോലീസും ചേർന്ന് നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മൃതദേഹങ്ങൾ പുറത്തേക്കെടുത്തത്. ശരി സോന, എന്താണെങ്കിലും അത്യന്തം ദാരുണമായ ഒരു സംഭവം. ഈ മരിച്ചവർ ആരൊക്കെയാണെന്നോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ വരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ സോന? ഇതിൽ കിട്ടുന്ന വിവരം എന്ന് വെച്ചാൽ ശിവമൊഗ്ഗ സ്വദേശികളാണ് മരിച്ചവരെന്നുള്ളതാണ്. അവർ തീർത്ഥാടനത്തിനായിട്ട് പോയതായിരുന്നു. പോയി തിരിച്ചു വരുന്ന വഴിയാണ് അപകടമുണ്ടായത്. ശരി. കർണാടക ഹാവേരിയിൽ വാഹന അപകടത്തിൽ 13 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. നിർത്തിയിട്ട ട്രക്കിലേക്ക് മിനി ബസ് ഇടിച്ചു കയറിയാണ് അപകടം ഉണ്ടായത്. ഈ മരിച്ചവരിൽ 2 കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നു എന്നുണ്ട്. മരിച്ചവരെ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നതേയുള്ളൂ. ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ നിലയും ചിലരുടെയൊക്കെ ഗുരുതരമായി തുടരുന്നു എന്നും മനസ്സിലാക്കാൻ കഴിയും. അത്യന്തം ദാരുണമായ ഒരു സംഭവം.